അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്ത, സ്വഹാബത്തിന് റിസൾട്ട് കിട്ടിയ അത്ഭുതകരമായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ ഉഹദ് മലയോളം കടമുണ്ടെങ്കിലും, ലക്ഷങ്ങൾ കടമുണ്ടെങ്കിലും, 1 കോടി കടമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഈമാനോടെ നമ്മൾ ചെയ്താൽ മതി എന്ന് മാത്രം. ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച, ആയിരങ്ങൾ അനുഭവം പറയുന്ന, ജീവിതത്തിന്റെ എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക വിഷമങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുന്ന അത്ഭുതകരമായ ദിക്ർ ഏതാണെന്നറിയാനും, എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നറിയാനും, എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നറിയാനും, പെട്ടെന്ന് റിസൾട്ട് നേടിയെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയാനും ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും ഇസ്സത്തും ആഫിയത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിഹാരം നൽകട്ടെ, മോചനം നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. വാട്സപ്പിലൂടെയും കമന്റിലൂടെയും മറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കുകയും എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിത പ്രയാസങ്ങൾക്ക്, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ധാരാളം ഇസ്മുകൾ നമ്മൾ പറയാറുണ്ട്, ധാരാളം ദിക്റുകൾ നമ്മൾ പറയാറുണ്ട്, ധാരാളം സ്വലാത്തുകൾ നമ്മൾ പറയാറുണ്ട്, ധാരാളം ആയത്തുകൾ നമ്മൾ പറയാറുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോഴും അൽഹംദുലില്ലാ ഇത് സ്വീകരിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്, ധാരാളം വിശ്വാസിനികളുണ്ട്. പലരുടെയും അഭിപ്രായങ്ങൾ, പലരുടെയും റിസൾട്ടുകൾ, പലരുടെയും അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ, അവർ റിപ്ലൈ തരുമ്പോൾ, അവർ കമൻ്റ് ഇടുമ്പോൾ, അവർ ഫോൺ വിളിച്ചു പറയുമ്പോൾ, അവർ വാട്സപ്പ് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷം തോന്നുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാനുള്ള ആഗ്രഹവും പ്രചോദനവും നൽകുന്ന വിഷയങ്ങളാണ്. അൽഹംദുലില്ലാ പല ആളുകളും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ചില വിഷയങ്ങളുണ്ട്, എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ. അങ്ങനെ ചില ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ ചില വീഡിയോകൾ ചെയ്യാറുണ്ട്. എന്തായാലും പല ആളുകൾക്കും റിസൾട്ട് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, നമ്മുടെ മശായിഖന്മാർ എഴുതി വെച്ച, അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ച, അല്ലെങ്കിൽ അവർ നമുക്ക് പകർന്നു തന്ന അത്ഭുതകരമായ ആയത്തുകൾ, ഇസ്മുകൾ, സൂറത്തുകൾ, അതുപോലെ സ്വലാത്തുകൾ, ദിക്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സഹായം ചോദിക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. ദിക്റിലൂടെയാണെങ്കിലും മറ്റു ഇസ്മുകളിലൂടെയാണെങ്കിലും റബ്ബിൻ്റെ സഹായമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല തവക്കുലുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല, എൻ്റെ റബ്ബ് എന്നെ നിരാശനാക്കൂല, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പരിഹാരം കിട്ടുമെന്നുള്ള ഏറ്റവും വലിയ തവക്കുലിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. നല്ല തവക്കുലിൻ്റെ ഉടമകളായി മാറിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും, എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും അത് തരണം ചെയ്യാനും, എത്ര വലിയ ടെൻഷനാണെങ്കിലും അതിനൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഈമാനും, ആ ഒരു ഉറപ്പും, ആ ഒരു തവക്കുലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കടം വീടാനുള്ള അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബി ചൊല്ലിയ ദിക്റാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിക്ക് റിസൾട്ട് കിട്ടിയ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മഹത്തായ മജ്ലിസിൽ പഠിക്കുകയാണ്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് 20 ലക്ഷം കടമാണ്, അല്ലെങ്കിൽ 50 ലക്ഷം കടമാണ്, 10 ലക്ഷം കടമാണ്, എങ്ങനെ വീട് കിട്ടുമെന്ന് അറിയൂല, ഒരു പിടുത്തം കിട്ടുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ആത്മഹത്യയുടെ വക്കീലാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ചെറിയ കടമാണെങ്കിലും, എത്ര വലിയ കടമാണെങ്കിലും അല്ലാഹു
സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. പല ആളുകൾക്കും കടം വന്നിരിക്കുന്നത് കല്യാണത്തിലൂടെയാണ്. മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിൽ കടം വന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ വീട് നിർമ്മാണത്തിൻ്റെ പേരിൽ കടം വന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ വലിയ സംഖ്യ ചെലവുള്ള ഓപ്പറേഷനും മറ്റൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങൾ കാരണം പല ആളുകൾക്കും കടം വന്നിട്ടുണ്ടാകും. ചില ആളുകൾ ചില ബിസിനസ്സുകളിൽ പെട്ടുപോയതാണ്. ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ സജീവമാണല്ലോ. പലപ്പോഴും ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഴിയും. മാസങ്ങളെ കൊണ്ട് പണക്കാരനാകാൻ കഴിയും. വർഷങ്ങളെ കൊണ്ട് നിന്റെ വീടിൻ്റെ മുറ്റത്ത് നിനക്ക് ബെൻസ് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓൺലൈൻ ബിസിനസ് പലപ്പോഴും ഈ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞു വരുന്ന ബിസിനസ്സുകളൊക്കെ പലപ്പോഴും തട്ടിപ്പായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ചതികളിൽ നിന്നൊക്കെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെയുള്ള വിഷയങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. ഒരിക്കൽ ചിലപ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും പെട്ടുപോകും. എന്നാൽ പല ആളുകളും ഒന്നിനു ശേഷം വീണ്ടും അതുപോലത്തെ സമാനമായ മറ്റു ചതികളിൽ പെട്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിൻ്റെ പേരിൽ, രോഗത്തിൻ്റെ പേരിൽ, ഓൺലൈനോ ഓൺലൈൻ അല്ലാത്തതോ ആയ ബിസിനസ്സുകളുടെ പേരിലൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് പല ആളുകളും കടത്തിൽ പെട്ടുപോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടി തരട്ടെ. നമുക്ക് വീട്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള കടങ്ങൾ നമ്മൾ മേടിക്കാൻ പാടില്ല. നമ്മൾ ഒരാളേക്കൊന്ന് കടം മേടിക്കുമ്പോൾ, നമ്മളൊരു സംഖ്യ കടം മേടിക്കുമ്പോൾ അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള വഴികൾ തുറന്ന് കാണുമ്പോൾ മാത്രമേ നീ കടം മേടിക്കാവൂ. അല്ലാതെ വലിയ എമൗണ്ടുകൾ മേടിക്കരുത്. ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്? മറ്റുള്ളവരെ പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രയാസങ്ങൾ വരുന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മറ്റുള്ളവരെക്കാൾ വലിയ വീട് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ വീട് വേണം, മറ്റുള്ളവരെ പോലെയുള്ള വാഹനം വേണം, മറ്റുള്ളവരെ പോലെയുള്ള സൗകര്യങ്ങൾ വേണം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു കയറുമ്പോഴാണ്, നാം ചിന്തിക്കുമ്പോഴാണ്, നാം ആഗ്രഹിക്കുമ്പോഴാണ് ജീവിക്കാൻ വലിയ പ്രയാസം വരുന്നത്. നമ്മളായിട്ട് ജീവിക്കുക. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയട്ടെ. നമുക്ക് ബാധ്യതകൾ വന്നാൽ, നമുക്ക് കടം വന്നാൽ, നമുക്ക് പ്രയാസം വന്നാൽ അനുഭവിക്കാനുള്ളത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു രേഖ വരച്ചുകൊണ്ട് നാം ഒരു റൂട്ട് തയ്യാറാക്കിയിട്ട്, നാം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിലൂടെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് മാത്രം ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അല്ലാതെ നാം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നാം മത്സര ബുദ്ധിയോടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്ലാനിങ്ങുകൾ തെറ്റും, കൺട്രോൾ നഷ്ടപ്പെടും, ഒരുപാട് കടബാധ്യതകൾ വന്നേക്കാം. കടം വന്നു കഴിഞ്ഞാൽ ദുനിയാവിലും നമുക്ക് രക്ഷയുണ്ടാകൂല, ആഖിറത്തിലും നമുക്ക് രക്ഷയുണ്ടാകൂല. ദുനിയാവിൽ എങ്ങനെയാണ് കടക്കാർക്ക് സമാധാനം ഉണ്ടാവുക? 1 രൂപ പോലും കടമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സമാധാനം 1 രൂപ കടമുള്ള ആളുകൾക്ക് ഉണ്ടാവുകയില്ല. അതൊരു ടെൻഷനാണ്, അതൊരു പ്രയാസമാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയോടെ അവന് ജീവിതത്തിലേക്കോ ജീവിത ജോലികളിലേക്കോ അവൻ്റെ ചുറ്റുപാടുകളിലേക്കോ പ്രവേശിക്കാൻ കഴിയില്ല. അവനെ ഇങ്ങനെ സദാസമയം അലട്ടിക്കൊണ്ടിരിക്കും കടം എന്നുള്ളത്. ഇത് ദുനിയാവിലുള്ളതാണെങ്കിൽ കടക്കാരുടെ ശല്യം, അവർ വീട്ടിലേക്ക് വരുന്നു, അവർ ഫോൺ വിളിക്കുന്നു, അവർ ശല്യം ചെയ്യുന്നു, അവർ കാശ് തിരിച്ചു ചോദിക്കുന്നു. ഭയങ്കര പ്രയാസമാണ്. ദുനിയാവിലെ ജീവിതം തന്നെ മടുത്തു പോകും. എന്നാൽ ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലേക്ക് ചെന്നാലും, ഖബറിലാണെങ്കിലും മഹ്ശറയിലാണെങ്കിലും യൗമുൽ ജസായിലാണെങ്കിലും പ്രതിഫല ലോകത്താണെങ്കിലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വരെ പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്ന ഒരു വിഷയമാണ് കടം എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് മാക്സിമം നമ്മൾ കടം മേടിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും നമ്മുടെ സമ്പത്തിനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. എത്ര ലക്ഷങ്ങൾ നമുക്ക് കടമുണ്ടെങ്കിലും, എത്ര ആയിരങ്ങൾ നമുക്ക് കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ദിക്റിലൂടെ വീടി കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സംഭവമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു
റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ദാത്തയോമിൻ, ഒരു ദിവസം, ദഖലൽ മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ പ്രവേശിക്കുകയാണ്. ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസ്വാരി, ആ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു അൻസ്വാരിയായ സഹാബിയുണ്ട്. യുഖാലു ലഹു അബൂ ഉമാമ, അദ്ദേഹത്തിന് അബൂ ഉമാമ എന്നാണ് പറയപ്പെടുക. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി തൊട്ടടുത്താണല്ലോ. റസൂലുള്ള ഇടയ്ക്കൊക്കെ പള്ളിയിൽ പ്രവേശിക്കും. അസമയത്ത് അബൂ ഉമാമയെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമേ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ, നമസ്കാരത്തിന്റെ സമയമൊന്നുമല്ലല്ലോ, പതിവില്ലാത്ത സമയത്ത് എന്താണ് അബൂ ഉമാമ നീ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ സമീപമാണ് താമസിക്കുന്നത്. റസൂലുള്ളാഹിക്ക് അറിയാം ആരൊക്കെ ഏതൊക്കെ സമയത്ത് കടന്നു വരുമെന്ന്. പതിവില്ലാതെ അബൂ ഉമാമയെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് ചില ആളുകൾ ടെൻഷനുള്ള സമയത്ത് പള്ളിയിൽ വന്നിരിക്കാറുണ്ട്. പതിവില്ലാത്ത ചില സമയങ്ങളിൽ പള്ളിയിൽ കാണപ്പെടുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോട് അന്വേഷിക്കുമ്പോൾ, കുശലം പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിന്റെ പേരിലായിരിക്കും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടാവുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, ടെൻഷനുകളിൽ നാം അഭയം പ്രാപിക്കേണ്ടുന്ന ഒരു കേന്ദ്രം തന്നെയാണ് അല്ലാഹുവിന്റെ പള്ളികൾ എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് ആശ്വാസം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ എന്താണ് ഈ സമയത്ത് നീ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അതെ, കാല ഹുമൂമുൻ ലസിംതനി വദുയൂന യാ റസൂലല്ലാഹ്, ഒരുപാട് കടമുണ്ട് നബിയെ, കടം കൊണ്ട് ഇരിക്കാനും കഴിയുന്നില്ല, കടം കൊണ്ട് നിൽക്കാനും കഴിയുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒന്നിനും ഒരു ഉന്മേഷം കിട്ടുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ ഞാൻ ഇരിക്കപ്പുറതി കിട്ടാതെ ഇവിടേക്ക് വന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, അല്ലയോ അബൂ ഉമാമ, അഫലാ ഉഅല്ലിമുക കലാമൻ, ചില കലിമത്തുകൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, ചില വാചകങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇദാ അൻത ഖുൽതുഹു, ആ വാചകങ്ങൾ എങ്ങാനും നീ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, നീ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക, നിന്റെ എല്ലാ ദുഃഖവും അല്ലാഹു മാറ്റി തരുന്നതാണ്, നിന്റെ എല്ലാ വിഷമവും അല്ലാഹു മാറ്റി തരുന്നതാണ്, നിന്റെ എല്ലാ ടെൻഷനും പ്രയാസവും അല്ലാഹു മാറ്റി തരുന്നതാണ്. വഖളഅ അൻക ദീനക, നിന്റെ കടമെല്ലാം അല്ലാഹു വീട്ടി തരുന്നതാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു വളരെ പ്രതീക്ഷയോടെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരണം നബിയെ, എനിക്ക് അറിയിച്ചു തരണം നബിയെ, ഏതാണ് ആ കലിമത്തുകൾ, ഏതാണ് ആ വാചകങ്ങൾ എന്ന് എനിക്ക് അറിയിച്ചു തരിക നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായ ദിക്റാണ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങളും ടെൻഷനുകളും കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്ക് ഈ മഹത്തായ മജ്ലിസിൽ സമർപ്പിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇദാ അസ്ബഹത, നീ പ്രഭാതത്തിലായി കഴിഞ്ഞാലും, ഇദാ അംസൈത, നീ വൈകുന്നേരമായി കഴിഞ്ഞാലും ഈ ദിക്ർ നീ അധികരിപ്പിക്കണം, പ്രഭാതത്തിലും അധികരിപ്പിക്കണം. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു 111 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കോ. അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എണ്ണം പിടിച്ചുകൊണ്ട് ഒരു 111 പ്രാവശ്യം നമ്മൾ ചൊല്ലി തീർത്തോ. അധികരിപ്പിക്കുക എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി റിജാൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഫഅൽതു ദാലിക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ, ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖളാ അന്നി ദൈനി,
എൻ്റെ കടമെല്ലാം വീടി, എൻ്റെ വിഷമവും പ്രയാസവും എല്ലാം നീങ്ങിയെന്ന് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ഈ അത്ഭുതകരമായ ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി റിജാൽ എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലാഹുവേ എൻ്റെ ഹമ്മിനെ, എൻ്റെ ഹുസ്നിനെ, എൻ്റെ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷനിനെ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖത്തെ, അതുപോലെ മടിയെ, അലസതയെ, ഭീരുത്വത്തെ, ഭയത്തെ, കടത്തെ, ആളുകൾ എന്നെ നിയന്ത്രിക്കുന്നതിന്, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന, നമ്മെ ഇടങ്ങറാക്കുന്ന സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ ദിക്ർ നാം അധികരിപ്പിച്ചാൽ മതിയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന് റിസൾട്ട് കിട്ടിയതാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്, സ്വഹാബി ചൊല്ലിയതാണ്, സ്വഹാബിക്ക് റിസൾട്ട് കിട്ടിയതാണ്. നല്ല തവക്കുലോടെ, നല്ല ഈമാനോടെ രാവിലെയും വൈകുന്നേരവും ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും ഫലം കിട്ടും, നമുക്കും റിസൾട്ട് കിട്ടും. നമ്മുടെ കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരും, യാതൊരു സംശയവുമില്ല. നല്ല ഉറപ്പോടെ, നല്ല ഈമാനോടെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം തരട്ടെ, അല്ലാഹു റിസൾട്ട് തരട്ടെ, അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. കടങ്ങൾ വീട്ടുവാനുള്ള സാമ്പത്തികമായ എളുപ്പമാർഗങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹുവിൻ്റെ വിശാലമായ ഖജനാവ് നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് അല്ലാഹു തുറക്കട്ടെ. കടക്കാരായി മരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.